ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. ഒരു 40 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണിത്. നമ്മുടെ തൊഴിൽ വാർത്തയിലെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു റിവിഷൻ ആണെന്നുള്ളോണം നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പശ്ചിമ ബംഗാളിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ കായിക താരം ആര്? ആൻസർ സൗരവ് ഗാംഗുലിയാണ്. പശ്ചിമ ബംഗാളിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ കായിക താരം സൗരവ് ഗാംഗുലി. 2024 ICC അണ്ടർ-19 പുരുഷ ഏകദിന ലോകകപ്പിന്റെ വേദി. 2024 ICC അണ്ടർ-19 പുരുഷ ഏകദിന ലോകകപ്പിന്റെ വേദി ദക്ഷിണ ആഫ്രിക്ക. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റ വ്യക്തി. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റ വ്യക്തി ക്രിസ്റ്റഫർ ലക്സൺ. അടുത്ത ക്വസ്റ്റ്യൻ. 2023 നവംബറിൽ VP സിംഗിന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് ഏത് നഗരത്തിലാണ്? 2023 നവംബറിൽ VP സിംഗിന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് ഏത് നഗരത്തിലാണ്? ചെന്നൈ. 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് നർഗീസ് മുഹമ്മദി. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടാത്ത വ്യക്തി. ഡോക്ടർ BR അംബേദ്കർ, KM മുൻഷി, ജവഹർലാൽ നെഹ്റു, മുഹമ്മദ് സാദുള്ള. ഇതിനകത്ത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലായിരുന്നത് ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത്? 1950 ജനുവരി 24. ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്തത്? 44-ാം ഭേദഗതി 1978. 44-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്താണ്? നിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4. അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 324. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 324. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. കൃഷ്ണ, കാവേരി, നർമ്മദ, മഹാനദി. ഇതില് ബംഗാൾ ഉൾക്കടൽ വ്യൂഹത്തിൽ ഉൾപ്പെടാത്തതാണ് നർമ്മദ. നർമ്മദ അറബിക്കടലിലാണ് പതിക്കുന്നത്. അടുത്തത്. ഡെൽറ്റ രൂപവൽക്കരണം നടക്കുന്ന തീരസമതലം ഏതാണ്? കിഴക്കൻ തീരസമതലത്തിലാണ് ഡെൽറ്റ രൂപവൽക്കരണം നടക്കുന്നത്. ആൻഡമാൻ നിക്കോബാറിൽ നിന്നും വേർതിരിക്കുന്ന കടൽഭാഗമാണ് 10 ഡിഗ്രി ചാനൽ. ആൻഡമാനെ നിക്കോബാറിൽ നിന്നും വേർതിരിക്കുന്ന കടൽഭാഗമാണ് 10 ഡിഗ്രി ചാനൽ. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം? ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? കീർത്തി സുരേഷ്. കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 61. 61 മെഡലുകളാണ് 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ നേടിയത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് കൗൺസിൽ ഒരുക്കിയ ഇന്ത്യ UK സാംസ്കാരിക വേദിയുടെ അംബാസിഡർ ആരായിരുന്നു? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് കൗൺസിൽ ഒരുക്കിയ ഇന്ത്യ UK സാംസ്കാരിക വേദിയുടെ അംബാസിഡർ ആരായിരുന്നു? AR റഹ്മാൻ. അടുത്ത ക്വസ്റ്റ്യൻ. 2023 നടന്ന ലോക ഹിന്ദി കോൺഫറൻസിന് വേദിയായത് എവിടെ? ഫിജി. 2023 നടന്ന ലോക ഹിന്ദി കോൺഫറൻസിന് വേദിയായത് ഫിജി. ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 പുരുഷ വിഭാഗം ജേതാവ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച്. ഖരവസ്തുക്കൾ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഖരവസ്തുക്കളിലെ ചാലനം. റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം ഏതാണ്? റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായിട്ടുള്ള ചലന നിയമമാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം.
സി. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമായ ഇലക്ട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമായ ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ജെ തോംസൺ. അടുത്ത ക്വസ്റ്റ്യൻ, പീരിയോഡിക് ടേബിളിലെ 1, 2 ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ആൻസർ എസ് ബ്ലോക്ക്. 1, 2 ഗ്രൂപ്പിലുള്ളത് എസ് ബ്ലോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതൽ ഉള്ള പദാർത്ഥം ഏതാണ്? ജലമാണ്. താഴെ തന്നിരിക്കുന്നതിൽ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലം. ചേതന എന്ന കഥാപാത്രം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കൃതിയിൽ ഉൾപ്പെട്ടതാണ്? ചേതന ആരാച്ചാർ. താഴെ തന്നിരിക്കുന്നവയിൽ കുമാരനാശാന്റെ കൃതികൾ ഉൾപ്പെടാത്തത് ഏത്? ദുരവസ്ഥ, ബിലാത്തി വിശേഷം, ഒരു സിംഹപ്രസവം, മണിമാല. ആൻസർ ബിലാത്തി വിശേഷം. അടുത്ത ക്വസ്റ്റ്യൻ, മലബാർ കർഷകന്റെ ജീവിതം എന്ന ചിത്രം വരച്ച കലാകാരൻ ആര്? KCS പണിക്കർ. മലബാർ കർഷകന്റെ ജീവിതം എന്ന ചിത്രം വരച്ച കലാകാരൻ KCS പണിക്കർ. ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവൽ രചിച്ചത് TD രാമകൃഷ്ണൻ. ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവൽ രചിച്ചത് TD രാമകൃഷ്ണൻ. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത? അഞ്ജു ബോബി ജോർജ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു 30 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. ബാക്കി മാത്സ് ആണ്, നമുക്ക് വേറൊരു ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പഠിക്കുന്നതിനിടെ ക്വസ്റ്റ്യൻ കൂടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.